ഒരുപാട് പേര് എന്നെ സഹതാപത്തോടെ നോക്കുന്നു. എന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല. മണ്ണിന് വളമാകട്ടെ എന്നെ ഇത്രത്തോളം നിർത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ കർത്താവിനെ പാടിപ്പോയത്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഇവന്റെ 2 കണ്ണിലും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. 39 ദിവസം മാത്രമേ ഇവൻ ജീവിക്കത്തുള്ളൂ. എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒത്തിരി സന്തോഷം. ഞാൻ ഒരിക്കൽ കൂടെ ഇതിനെല്ലാവരും ഞാൻ ആത്മാവിൽ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി സന്തോഷം ഈ വേദിക്കകത്ത് നിൽക്കുമ്പോൾ. എൻ്റെ സാക്ഷി പറയാതെ എനിക്ക് മുന്നോട്ട് വർഷിപ്പ് ചെയ്യാൻ കഴിയത്തില്ല. ഒത്തിരി ഞാൻ കുറേ പുറകിലോട്ട് ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കുറേ പുറകിലോട്ട് പോകുകയുണ്ടായി. ഏതാണ്ട് 25 വർഷം പുറകിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോയി. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. ദൈവം എത്ര നന്മകൾ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് തന്നു. ബൈബിൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ചിന്തയ്ക്കകത്ത് ഒതുക്കാൻ കഴിയാത്തൊരു വാക്യമുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷന്മാരെ തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനനെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിലൊരാളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് അല്ലെങ്കിൽ പിറക്കുന്നത് കാഴ്ച ഉള്ള വ്യക്തിയായിട്ടാണ്. കൃപയാൽ എനിക്ക് ഈ ലോകത്ത് വരുവാൻ എൻ്റെ കർത്താവ് എനിക്ക് അവസരം തന്നതും. എത്ര ഭംഗിയാണ്, എത്ര സുന്ദരമാണ് ഈ ലോകമെന്ന് പറയുന്നത്. ഇതൊക്കെ കാണുവാൻ കഴിയുക അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. സൂര്യൻ, ചന്ദ്രൻ, പ്രകൃതികൾ, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, രക്തബന്ധങ്ങൾ, സ്നേഹിതർ, നമ്മുടെ സഹോദരങ്ങൾ, ഇവരൊക്കെ കാണാൻ കഴിയുക അതൊക്കെ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കാര്യങ്ങൾ വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. ഞാൻ ഇന്ന് ഓർക്കുന്നു എൻ്റെ 8 വയസ്സിൽ ആ കൺവെൻഷനൊക്കെ ഇവിടെ കണ്ടത്, ഇവിടുത്തെ പള്ളിയുടെ പെയിൻറ്റ്, ഇവിടെയൊക്കെ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ മായാത്ത ചിത്രങ്ങളാണ്. ഇന്നും എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. എന്നാൽ ഞാൻ 3ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് 4ാം ക്ലാസ്സിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളുടെ കുടുംബത്തെ തേടി, എന്നെ തേടി ആ ദുരന്തം കടന്നു വന്നത്. എൻ്റെ 2 കണ്ണിലും ചുവപ്പ് വരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും തല അനക്കാൻ കഴിയാതെ വല്ലാതെ ഞാൻ ഭാരപ്പെടുമ്പോൾ മുതിർന്നവർ പറഞ്ഞു ഇതൊന്നും പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ ചൂട് സമയത്ത് ഉണ്ടാകുന്നതാണ്, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി വല്ലാതെ വഷളാകാൻ തുടങ്ങി. തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. വിദഗ്ധമായ ചികിത്സ എനിക്ക് വേണ്ടി ചെയ്തു. ഫൈനലി എൻ്റെ ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ട് ഇതാണ്: നിവിൻ്റെ 2 കണ്ണിലും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. നിവിൻ ഇനി ജീവിക്കത്തില്ല. 39 ദിവസം മാത്രമേ ഇവൻ ജീവിക്കത്തുള്ളൂ. ഇവൻ ഓർമ്മശക്തി കാണത്തില്ല, പഠിക്കാൻ കഴിവുണ്ടാകത്തില്ല, ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞ് തിരുവനന്തപുരം കണ്ണാശുപത്രി എൻ്റെ ഫയല് ക്ലോസ് ചെയ്യുമ്പോൾ ഇന്ന് രാത്രി കാലം ഞാൻ ഈ കല്ലിയൂർ കൺവെൻഷനിൽ നിന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ജീവിതം മുഴുവനും തകർന്ന് ഇനി മുന്നോട്ടൊരു യാത്രയില്ല, ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇനി മരുന്നിനോ പൈസയ്ക്കോ ബന്ധങ്ങൾക്കോ ഒരു സ്വാധീനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കാലം ഞാൻ പറഞ്ഞോട്ടെ, ഇനി മുന്നോട്ടൊരു ജീവിതവും ഇല്ല. എൻ്റെ ഡോക്ടർ എനിക്ക് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു. എൻ്റെ ഡോക്ടർ എനിക്ക് വേണ്ടി രോഗം കണ്ടുപിടിച്ചു. രോഗത്തിൻ്റെ അവസ്ഥകൾ ഡോക്ടർ പറയാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങളുടെ പാസ്റ്ററിനോട് കൈമാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. സത്യത്തിൽ ക്യാൻസറിൻ്റെ റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന എൻ്റെ കുടുംബത്തോട്, എൻ്റെ പിതാവിനോട്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എന്നോട് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ 69 ദിവസം എൻ്റെ വീട്ടിൽ തുടർമാനമായി പ്രാർത്ഥന നടത്തുകയുണ്ടായി. ഇന്ന് രാത്രി കാലം ഞാൻ പറഞ്ഞോട്ടെ, പതുക്കെ എൻ്റെ രോഗത്തെ കർത്താവ് മാറ്റാൻ തുടങ്ങി. എൻ്റെ കണ്ണിലെ ചുവപ്പ് മാറാൻ തുടങ്ങി, കണ്ണിൽ നിന്ന് നീര് മാറാൻ തുടങ്ങി. എനിക്ക് പതിയെ വ്യത്യാസങ്ങളുണ്ടായി. എനിക്ക് വേണ്ടി അന്ന് കരയാൻ ഒത്തിരി അഭിഷക്തന്മാരുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി
വേര് അന്ന് 2002 ഞാൻ ഇന്നും ഓർക്കുന്നു. ആ മങ്ങിയ വെളിച്ചത്തിലും ഇരുണ്ട വെളിച്ചത്തിലും ഞാൻ കണ്ടു ഒരുപാട് പേര് എനിക്ക് വേണ്ടി കരയുന്നു. ഒരുപാട് പേര് എന്നെ സഹതാപത്തോടെ നോക്കുന്നു. എന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല. വളർന്നു വന്നപ്പോഴാണ് അതെന്താണ് അവരങ്ങനെ നോക്കിയേ, എന്താണ് എനിക്ക് വേണ്ടി കരഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഇന്ന് രാത്രികാലം ഞാൻ ഒറ്റ ദൈവശബ്ദം പറഞ്ഞ് അടുത്ത ഗാനത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ ദൈവശബ്ദം പറഞ്ഞോട്ടെ. മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച സഭയാണ് കണ്ണമ്പൂല ചർച്ച് എന്ന് പറയുന്നത്. അപ്പോസ്തല സഭയാണ് എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ല, എനിക്ക് സന്തോഷമുണ്ട്. ഈ വേദി എനിക്ക് അത്ര പ്രഷ്യസ് ആണ്, അത്ര മനോഹരമാണ്. കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. അങ്ങനെ പിതാക്കന്മാർ കരഞ്ഞത് കൊണ്ടാണ്, അങ്ങനെ പിതാക്കന്മാർ എന്തെങ്കിലും സംഭവിക്കട്ടെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാതെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് 2026 ഇന്നേ ദിവസം ഈ വേദി കർത്താവ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ കർത്താവിനെ പാടിപ്പോയത്. നിങ്ങൾ സ്വത്രം പറയുന്നത് പോലെ സ്വത്രം പറയാൻ എനിക്ക് കഴിയത്തില്ല, നിങ്ങൾ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ അന്യഭാഷ പറയുന്നത് പോലെ പറയാൻ എനിക്ക് കഴിയത്തില്ല. കാരണം മണ്ണിന് വളമാകേണ്ട എന്നെ ഇത്രത്തോളം നിർത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ആ കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് വായ തുറന്ന് സ്തുതിക്കാൻ കഴിയുമോ? ആ കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അന്തരീക്ഷം മാറട്ടെ, അന്തരീക്ഷം മാറട്ടെ. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്, പരിധിക്കകത്ത് കിടക്കുകയാണോ? മരണകരമായ വേദനയ്ക്കകത്ത് കിടക്കുകയാണോ? മരണതുല്യമായ വേദനയിലൂടെ കടന്നു പോവുകയാണോ? ഇന്ന് രാത്രികാലം ഞങ്ങൾക്കൊരു ശബ്ദം പറയാനുണ്ട്. ഒന്നിനും കഴിയാത്തത്, മരുന്നിനോ ബന്ധങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ ചെയ്യാൻ കഴിയാത്ത മേഖലയ്ക്കകത്ത് എൻ്റെ യേശുവിന് ഇറങ്ങാൻ കഴിയും, എൻ്റെ യേശുവിന് ചെയ്യാൻ കഴിയും. മരുന്ന് കൈവിട്ടെടുത്ത്, ആശുപത്രികൾ കൈവിട്ടെടുത്ത്, ബന്ധങ്ങൾ കൈവിട്ടെടുത്ത് ഇന്ന് രാത്രികാലം ഈ വർഷിപ്പിന്റെ നടുവിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, യേശു കൈവിടില്ല. യേശു ഇന്ന് രാത്രികാലം ഈ പട്ടണത്തിൽ ചില കുടുംബങ്ങളെ തൊടാൻ പോകുകയാണ്. ഞങ്ങളുടെ കൂടെ ചേർന്ന് 1-2 മിനിറ്റുകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഒന്ന് രണ്ട് മിനിറ്റുകൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങട്ടെ. 1-2 മിനിറ്റുകൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങട്ടെ. ഒരു തലമുറകൾ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ, ഒരു തലമുറ കൈവിട്ട് പോകുമ്പോൾ, കല്ലിയൂർ അപ്പോസ്തല സഭയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, എന്നെ തിരിച്ചു കൊണ്ടുവന്നത് പ്രാർത്ഥനയാണെങ്കിൽ, എന്റെ ആയുസിനെ മടക്കി തന്നത് ഇവിടുത്തെ കണ്ണുനീരാണ്, ഇവിടുത്തെ പ്രാർത്ഥനയാണെങ്കിൽ, ഇന്ന് രാത്രികാലം ഞാൻ പ്രവചിക്കുന്നു അടുത്ത തലമുറയെ ഒരു ദൈവശബ്ദം കൂടെ പറഞ്ഞിട്ട്, ഒരു മനുഷ്യന്റെ ലൈഫ് മാറാൻ 4 വരി മതി. പ്രൈസ് ദി ലോർഡ്. ഒരാളുടെ ലൈഫിനെ മാറ്റാൻ ഒരു സ്വപ്നം മതി. യോസേഫ് ഇന്ന് രാത്രികാലം ചിലർ ഇതിൻ്റെ അകത്തുണ്ട്, പുറത്തു വരാൻ പോകുക. ഈ 2026 അവരെ ദൈവം പരിശുദ്ധാത്മ പുറത്ത് കൊണ്ടുവരാൻ പോകുക. അങ്ങനെ അറിയാതെ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഞാൻ പാടിപ്പോയത്, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഞങ്ങളുടെ കൂടെ പാടാൻ കഴിയുമോ? ഒരു ഈമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. ഒരിമ പോലും അടയാതെ, ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. ഒരുമിച്ചൊന്ന് പാടാൻ കഴിയുമോ? എന്റെ ചങ്കാണേ
അമൃതാണ് യേശു. ഒരുമിച്ചൊന്ന് പാടിയാട്ടെ. എന്റെ ചങ്ങാമ, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ, രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ശതമുയർത്തി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു തരി പോലും കുറയില്ല, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്റെ ഉയിരേ, എന്നുയിരേ കാളരികിൽ നീ എന്നുമെന്നും വേണം. പറയപ്പെട്ടു, ഒരു തരി പോലും കുറയില്ല. അപ്പൊ ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. ഒരിമ പോലും അടയാതെ, ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. എന്റെ ചങ്കാടേ, എന്റെ ചങ്കാടേ, ദൈവ സാന്നിധ്യത്തോടെ എന്റെ ഉയിരാണേ, എന്റെ അഴകായി, അമൃതാണ് യേശു. എന്റെ ചങ്കാടേ, എന്റെ ചങ്കാടേ, എന്റെ ഉയിരാണേ, എന്റെ അഴകായി, അമൃതാണ് യേശു. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മൂക്ക് വെച്ച് സംസാരിച്ചുകൊണ്ട് നടന്ന ആളാണ്. ഈ മൈക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ കൊതിച്ച നാളുകൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, അപ്പോഴും ഞാൻ കേൾക്കുന്ന വാഗ്ദത്തം, നിവിൻ ദൈവരാജ്യത്തിന് വേണ്ടി പാടും, ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനം ചെയ്യും എന്ന് പറയുമ്പോൾ എൻ്റെ ശബ്ദവും എൻ്റെ വാഗ്ദത്തവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ വാഗ്ദത്തവും എൻ്റെ ശബ്ദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വാഗ്ദത്തം പറയുന്നു നിവിൻ ദൈവരാജ്യത്തിന് വേണ്ടി ഇവൻ്റെ ശബ്ദം പ്രയോജനപ്പെടും. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ വാഗ്ദത്തം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ മാതാവ് തളർത്തിയില്ല. എനിക്ക് വേണ്ടി, എനിക്ക് പള്ളിയിലൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പാടുമ്പോൾ എല്ലാവർക്കും കോമഡി ആയിട്ട് തോന്നും. കാരണം അക്ഷരസ്ഫുടതയില്ലാതെ പാടുന്ന ഒരാളായിരുന്നു ഞാൻ. അക്ഷരസ്ഫുടതയിലായിരുന്നു, എൻ്റെ വോയിസിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ മേലൊരു വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിറവേറ്റി തരുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ട്. എൻ്റെ 14-ാം വയസ്സിൽ എൻ്റെ തൊണ്ടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് ഡോക്ടേഴ്സ് ഇന്ത്യയിലേക്ക് വന്ന് 1 രൂപ പോലും ചെലവാക്കാതെ എൻ്റെ ശബ്ദത്തെ 80,000 രൂപയുടെ ഓപ്പറേഷൻ 1 പൈസ പോലും ചെലവാക്കാതെ എൻ്റെ ശബ്ദത്തെ തുറന്നു തന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അത് നിങ്ങളുടെ ലൈഫിനകത്ത് നടക്കുക തന്നെ ചെയ്യും. ആ കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? എൻ്റെ യേശുവിനൊന്ന് ഉയർത്താൻ കഴിയുമോ? ഇന്ന് രാത്രികാലം വാഗ്ദത്തം
ശബ്ദങ്ങൾ ഒരുപാട് കേൾക്കുന്നു ബ്രദറെ, എത്രയോ ദൈവ ശബ്ദങ്ങൾ കേൾക്കുന്നു ബ്രദറെ. ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നു, അഭിഷേകം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഈ നാളുകൾ വേദികൾ നിങ്ങൾ തേടി പോണ്ട, വേദികൾ നിങ്ങളെ തേടി വരും. അഭിഷേകം ചില വാതിലുകളെ ഇന്ന് രാത്രി തുറക്കാൻ പോകുക. ഒന്നുകൂടെ ആ കൈകൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയട്ടെ. ഒരു മിനിറ്റ് കൂടെ നമ്മളൊന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുക. പ്ലീസ് എല്ലാവരും ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയട്ടെ. ഹല്ലേലൂയ. ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും. എത്ര പേർക്ക് പാടാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പരാതികൾ പറയണമെങ്കിൽ ഒത്തിരി പരാതികൾ എൻ്റെ കർത്താവിനോട് പറയാം. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നത് എനിക്ക് പരാതിയല്ല, എനിക്ക് വേദനകളല്ല എൻ്റെ കർത്താവിനോട് പറയാനുള്ളത്. എത്രത്തോളം എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കാൻ കഴിയുമോ, എത്രത്തോളം എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ കഴിയുമോ, ഇന്ന് രാത്രികാലം കല്ലിയൂർ ചർച്ചിൻ്റെ അകത്ത്, കല്ലിയൂർ ഈ കൺവെൻഷൻ്റെ അകത്ത് വന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ പന്തലിനകത്തുണ്ട്. ഈ പന്തലിനകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അകത്ത് തന്നൊരു ദൈവ ശബ്ദം ഇതാണ്. അത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുക. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുക. നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു വചനം. നോക്കൂ, ബെഥസ്ദ കുളത്തിൽ 38 വർഷം ഒരു മനുഷ്യൻ കിടക്കുക. ഏതാണ്ട് 13,000 മേളിൽ അത്ഭുതങ്ങൾ ആ മനുഷ്യൻ കണ്ടു. ഏതാണ്ട് 13,000 മേളിൽ സാക്ഷ്യങ്ങൾ ആ മനുഷ്യൻ കേട്ടു. ഏതാണ്ട് 13,000-ഓളം ഏഞ്ചൽ വിസിറ്റേഷൻ അദ്ദേഹം കണ്ടു. ഇതൊന്നും ആ മനുഷ്യനെ തൊട്ടില്ലെന്നാണ് ഏറ്റവും വലിയ അത്ഭുതം. മിണ്ടിയില്ല. ഇത്രയും വലിയ അത്ഭുതങ്ങൾ, ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ, ഇത്രയും വലിയ ദൂത സാന്നിധ്യം ഉണ്ടായിട്ടും ഇതൊന്നും ആ മനുഷ്യനെ തൊട്ടില്ലെന്നാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, വെള്ളത്തിൻ്റെ ഇളക്കം കത്തോണ്ട ആ മനുഷ്യൻ കിടന്ന്. എപ്പോഴാണ് വെള്ളം ഇളകുന്നത്? അപ്പോൾ ചാടാൻ വേണ്ടി. പക്ഷെ നസറാനായ യേശു കർത്താവ് വന്നിട്ട് പറയുക, വെള്ളമല്ല ഇളകേണ്ടത് ബ്രദറെ, നീയാണ് ഇളകേണ്ടത്. ഇന്ന് രാത്രികാലം കല്ലിയൂർ ചർച്ചിനെ നോക്കിയിട്ട് പറയുന്നു, വെള്ളത്തിൻ്റെ ഇളക്കം കാത്തല്ല നമ്മൾ കിടക്കേണ്ടത്, ഇന്ന് നമ്മൾ ഇളകാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിൻ്റെ ഇളക്കം കാത്തു നിന്നവന് വേണ്ടി എൻ്റെ കർത്താവ് നേരിട്ട് വന്നതുപോലെ, എൻ്റെ കർത്താവ് നേരിട്ട് ഇടപെട്ടതുപോലെ ഇന്ന് രാത്രി ഈ പട്ടണത്തിന് വേണ്ടി നേരിട്ട് എൻ്റെ കർത്താവ് ഇടപെടാൻ പോകുകയാണ്. ചില കുടുംബത്തിന് നേരിട്ട് എൻ്റെ കർത്താവ് ഇറങ്ങാൻ പോകുകയാണ്. ചില തലമുറകൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് നേരിട്ട് ഇറങ്ങാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന സഭ ഇരു കരങ്ങളെ ചേർത്തടിച്ച്, ഇന്നലെ വരെ ഈ ബെഥസ്ദ കുളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആ വെള്ളത്തിൽ ഇറങ്ങിയവനെ വിടുതലുള്ളൂ. പക്ഷേ കരയെ കിടക്കുന്നവൻ വിടുതൽ പ്രാപിച്ചതുപോലെ ഇന്ന് ഈ ശബ്ദം എവിടെയൊക്കെ കേൾക്കുന്നു, ഈ ശബ്ദം എവിടെയൊക്കെ കേൾക്കുന്നു, ആ കുടുംബത്തിന്റെ അകത്തെല്ലാം വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്.